യെസ് പാണ്ഡ്യാല ഷാജി, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അധികാര കേന്ദ്രമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടി നിന്ന വലിയൊരു വിഭാഗം ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുമ്പോഴും ആ വൃന്ദം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നാണോ കരുതുന്നത്? അസംതൃപ്തരായ വലിയൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ നോക്കൂ, തോമസ് ഐസക് അദ്ദേഹത്തെ കഴിഞ്ഞ ഇതിൽ തന്നെ മാറ്റി നിർത്തിയാണ്. സുധാകരനെ ഒഴിവാക്കിയതുപോലെ തന്നെ മാറ്റി നിർത്തിയതാണ്. പക്ഷേ അദ്ദേഹം പരസ്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ തോമസ് ഐസക്കിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ സ്വാഭാവികമായും തോമസ് ഐസക്കിനോട് ചോദിച്ചുകൊണ്ട് തന്നെയായിരിക്കില്ല അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അസംതൃപ്തരായിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട്. മാത്രമല്ല അണികൾക്ക് വലിയ അമർഷം ഉണ്ട്. അപ്പോഴും ഈ തോറ്റ യുദ്ധത്തിൽ പട നയിച്ച ആൾ തന്നെ വീണ്ടും മുന്നണി പോരാളിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സംവിധാനത്തെ. അപ്പോൾ ഈ സംവിധാനം ഇനി അടുത്ത 5 വർഷവും സമാനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പാർട്ടിയുടെ സർവനാശത്തിലേക്ക് തന്നെയല്ല നയിക്കുക. അല്ല, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഞാൻ ഈ സംഭവത്തെ ഇങ്ങനെ ലളിതവൽക്കരിക്കുന്നതിലൂടെ വരുന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, പോസിറ്റീവ് എലമെന്റിലേക്ക് അത് കടക്കില്ല എന്നുള്ളതാണ്. പോസിറ്റീവ് എലമെന്റിലേക്ക് കടക്കില്ല. അതിൽ ഇപ്പം നമ്പ്യാർ ചോദിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഞാൻ അതിലേക്ക് കടക്കാം. ഇപ്പം പറഞ്ഞാൽ ഇപ്പം പിന്നെ വിജയനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ വൃന്ദം, അങ്ങനെ വൃന്ദം നിലനിൽക്കില്ല. ഇനി ഐ ബെറ്റ് ഓൺ ഇറ്റ്, നിലനിൽക്കില്ല. നിങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചാൽ പോലും ആ സംഭവത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. അത് 100% ദുർബലമാകും. പിന്നെ നമുക്കിങ്ങനെ വെറുതെ വേണമെങ്കിൽ പറയാം, പക്ഷെ പറഞ്ഞാൽ പോലും അയാളുടെ കൂടെ ഒരാൾ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഇപ്പോൾ പിന്നെ നമ്പ്യാർ തന്നെ പറഞ്ഞിട്ടുള്ള ഇവരുടെ തോമസ് ഐസക്കിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അയക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറയുന്നത്. ഇത് കമ്മിറ്റിയിൽ കൊടുക്കുന്ന സാധനമല്ല, അത് ഓപ്പണായി വരുന്ന സാധനമാണ്. ഈ ഓപ്പണായി വരുന്ന സംഭവത്തിന് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന 2 ഉദാഹരണങ്ങൾ, ഒന്ന് അമ്പലപ്പുഴയെ മത്സരിച്ച് ജയിച്ചിരിക്കുന്ന ജി സുധാകരൻ നടത്തിയിട്ടുള്ള സമരമാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഓപ്പണായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പുറത്തു വന്നിട്ട് നേതൃത്വം അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ MLA ആയിട്ടുള്ള സഖാവ് വി കുഞ്ഞികൃഷ്ണന്റെ ഒരു സമരം. ഈ 2 സമരമാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ, കേരളം ഏറ്റവും ആവശ്യപ്പെടുന്ന അനിവാര്യമായിരിക്കുന്ന സമരം അതായിരുന്നു അവസാനം. ഇത് കാണിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രമാത്രം മൂടിവെക്കാൻ എന്തൊക്കെ ശ്രമിച്ചാൽ പോലും ഇപ്പോൾ TG ഒക്കെ പറയുന്നില്ലേ, കേസിനകത്ത് വരുന്ന കോംപ്രമൈസുകളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, ഈ കോംപ്രമൈസുകൾക്കൊന്നും നിലനിൽക്കുക സാധ്യമല്ല. അത് സാധ്യമല്ല എന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ഈ പയ്യന്നൂർ നടന്നിട്ടുള്ള. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇളകാൻ പാടില്ലാത്ത ഒരു മണ്ഡലമാണ്, CPIM-ന്റെ ഒരു മണ്ഡലമാണ്. ഞാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോയിരിക്കുന്ന ഒരാളുടെ ഒരു എന്താ പറയുക, അറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഞാൻ പറയുന്നതാണ്. ഞാൻ അവിടെ പോയിരിക്കുന്ന ആളാണ്. അപ്പൊ അത് സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇതുവരെ കേസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു നിൽക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ് മേളിൽ അത് മുഴുവൻ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു അയാൾ. ഒരൊറ്റ കേസിൽ അയാളുടെ മകളുടെ പേരിൽ കേസില്ലേ, ഒരു കേസും വരുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ ഏറ്റവും ഗൗരവമായ കേസ് നടത്തിയിട്ടുള്ള ഒരാളാണ് ഷോൺ ജോർജ്. വളരെ ധീരമായി സമരം നടത്തി, കേസ് നടത്തി. ആ കേസ് നടത്തി പോലും അതൊന്നും ആയില്ല, ഒന്നും ആവാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവുകയാണ് ചെയ്ത്. അവസാനം അത് വിസ്മൃതിയിലാകുമോ എന്നുള്ളതാണ് പിന്നത്തെ വരുന്ന ചോദ്യം. പക്ഷേ പിന്നെ എറണാകുളം ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്ന എൻ്റെ വളരെയെടുത്തിരിക്കുന്ന സുഹൃത്തും പ്രഗത്ഭനായ അഭിഭാഷകനും ഒരു തവണ ഞാൻ ഈ കാലത്ത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ, ഞാൻ നിയമത്തിൽ വൈദഗ്ധ്യമുള്ള ആളൊന്നുമല്ല, ഞാൻ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ആളുണ്ട്, ഷാജി നോക്കിക്കോ, അവസാന ഘട്ടത്തിൽ വക്കീലിന് കാശ് കൊടുക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥയിൽ വക്കീലിനോട് കടം പറയുന്ന ഒരു ദിവസം ഇവരുടെ മുമ്പിൽ വരുമെന്ന്. അത് ആത്മവിശ്വാസമാണത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നീതിയുടെ പക്ഷം നിൽക്കാനുള്ള ഒരു വളരെ എന്താ പറയുക, വളരെ ഉദാത്തമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു ബോധ്യമാണത്. ഈ ബോധ്യമാണ് വാസ്തവത്തിൽ ജനം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ആളുകളെ ആ സമയത്ത് തടയാൻ ശ്രമിച്ചാൽ പോലും അത് എങ്ങനെ വന്നാൽ പോലും കറങ്ങി തിരിഞ്ഞ് ആ സാധനം വരുമെന്നുള്ളതാണ്. പിന്നെ അതിനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഉപാധിയായി നിങ്ങൾക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ പദവി ഉപയോഗിക്കാമോ? അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇഷ്യൂസ് ഇതിനകത്ത്, ഇയാളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ചും കിഫ്ബി പോലുള്ള വിഷയങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ ഇതിനകത്ത് വരും. ആ വരുന്ന സമയത്ത് അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇയാൾ നിർബന്ധിതരാകും. പ്രതിപക്ഷ നേതാവുമ്പോൾ മറ്റൊരുപാട് വിഷയങ്ങൾ വരും. അത്തരം വിഷയങ്ങളെല്ലാം വരുന്ന സമയത്ത് വിഷയത്തെ നേരിടുക മൂടി വച്ചിരിക്കുന്ന സർവ്വസാധനങ്ങളും പുറത്തേക്ക് ചാടിക്കാനോ അല്ലെങ്കിൽ സ്വയം ചാടാനോ നിർബന്ധിതമായി തീരുന്ന അവസ്ഥയിൽ ജനാധിപത്യം വികസിക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യും.
അങ്ങനെ പുരോഗതി പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഈ വിജയനും ഈ ഗോവിന്ദനും ഇന്നലെ നടത്തിക്കൊണ്ടിരുന്നതും ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നതുമായിരിക്കുന്ന ധാരണകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരു പ്രസക്തിയും ബൗദ്ധികമായി ബുദ്ധിയുള്ള ശേഷിയുള്ള അതല്ലെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുമ്പിൽ ഒരു വിലയും നിലയുമില്ലാത്ത അവസ്ഥയിൽ അവർ മാറുമെന്ന കാര്യത്തിൽ അവിതർക്കിതമായ സംഭവമാണ്. ഒരു രക്ഷയും കിട്ടില്ല അതിന്. ഇത് സംഭവിക്കണമെന്നുള്ളതാണ് ജനാധിപത്യം. മറ്റല്ലാതെ ജനാധിപത്യം അങ്ങനെ ഒരു ദിവസം രാവിലെ കെട്ടി പിന്നെ എഴുന്നള്ളിച്ച് വരുന്ന സാധനമൊന്നും അല്ലാതെ അത് വരുന്നത് അതെങ്ങനെയാണ് ഇതുപോലെ ഒട്ടനവധി തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ അപമാനങ്ങളിൽ നിന്ന് ഒരു തോറ്റുപോയിരിക്കുന്ന ഒരു ജനത, സമരം ചെയ്ത് മടുത്തു പോയിരിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ മുമ്പിൽ നിന്ന് സംഭവത്തിന്റെ ഭാഗമാണ് ഈ 102 സീറ്റ് എന്ന് പറയുന്നത്. വെറുതെ വന്നതല്ല. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇതുപോലെ ഒരു ഉഗ്രപതാപി എങ്ങനെയാണ് ഇത്ര വളർന്ന് തലകുത്തി വീണ് ആരിനെ പോലെ വിറച്ചു പോയത്? ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ആ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുത്തൻ ഞാനാ, ഷാജി പറഞ്ഞു 7500 വോട്ട്. ഞാൻ CPM ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞാണ് 7500 വോട്ട് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലായി ചിലപ്പോൾ നിങ്ങൾ തോൽക്കുകയും ചെയ്യുമെന്ന്. അത് മനസ്സിലാക്കാനുണ്ടായിരിക്കുന്ന ശേഷി വലിയ ബുദ്ധിയുള്ളതല്ലാതെ. കാരണം ജനത്തിന്റെ പൾസ് എന്ന് പറയുന്നത് ജനാധിപത്യം വികസിക്കുന്നതിന്റെ പക്ഷം മാത്രമേ നിൽക്കുള്ളൂ. അതിനെ എതിർക്കുന്നവരുടെ പക്ഷം നിർത്താൻ നമ്മൾ എന്തൊക്കെ ഗൂഢവാദങ്ങൾ കൂടോത്രങ്ങൾ നടത്തിയാൽ പോലും ജനം അതിന്റെ കൂടെ നിൽക്കില്ല. കാരണം ജനത്തിന് ആവശ്യമുള്ള ശുദ്ധവായുവാണ്. ശരിക്കും നോക്കിക്കോ, ഈ 102 സീറ്റ് കിട്ടിയിട്ട് UDF അധികാരത്തിൽ വന്നപ്പോൾ മനുഷ്യൻ എന്റെ പിണറായി പഞ്ചായത്ത് എത്രമാത്രം ആളുകൾ റിലാക്സ്ഡ് ആയെന്നറിയാം. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നണ്ട. റിലാക്സ്ഡ് ആണ് അവര്. കാരണം മസിൽ പിടിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകൾ മസിൽ പിടിക്കുകയാണ്. ഈ മസിൽ പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ മസിൽ പിടിച്ച് കൊണ്ട് നിൽക്കുന്നത് അതങ്ങ് അഴിയുകയാണ്. പോലീസിന്റെ ധാർഷ്ട്യങ്ങൾ നാട്ടിൽ വലിയ ശതമാനം മാറി. ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. അയാളുടെ വീട്ടിന് മുമ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നാട്ടുകാർക്ക് പൊതുശല്യമായി അയാളുടെ ഒരു ജീപ്പ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പൊതുശല്യമായി. ഉളുപ്പുണ്ടോ ഈ മനുഷ്യന് ആ സാധനം അതുപോലെ അവിടെ കൊണ്ടുപോയിടാൻ? അത് മാത്രമല്ല ബാറ്ററി ഊരി വെച്ചിട്ട് ഈ പാലിട്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പൊതുജനത്തോട് കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവും മാത്രം പുച്ഛമാണോ പൊതുജനത്തെ. മാത്രമല്ല അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലംഘിക്കപ്പെട്ടു. അതിനു വേണ്ടി മാത്രമായി ചെലവഴിക്കുന്ന തുക എത്രയാണ്? അത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷെ ആരന്വേഷിക്കും എന്നുള്ള വിഷയം വേറെയാണ്. ഇനി അതിനേക്കാൾ മാരകമായ സംഭവമുണ്ട്. അതിന്റെ തൊട്ട് പുറകിലുണ്ടായിരിക്കുന്ന ഒരു വീടുണ്ട്, റഹീംക. അദ്ദേഹം പൊന്നത്തുകാരനാണ്. കല്ലുമ കായലും വിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൻ അബുദാബിയിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ആംബുലൻസ് കൊണ്ടുവരുമ്പോൾ പറയാം എങ്ങട് സങ്കടമുള്ള സംഭവം അത്. അയാളുടെ വീട്ടിനകത്തേക്ക് റോഡുണ്ട്, ആ റോഡിലേക്ക് കയറാൻ പറ്റാതിരിക്കേണ്ട കാരണം എന്താ പറയുക, ഇയാൾ എൻക്രോച്ച്മെന്റ് നടത്തിയിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. ഇയാളെ വീട്ടിന്റെ മുൻപിൽ എൻക്രോച്ച്മെന്റ് ആണ്. ഞാൻ എത്രയോ തവണ ഇതേ ചാനലിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആ സാധനം ഒരു പൊളിച്ചിട്ടില്ല. ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പൊളിച്ചില്ല. ഇത്രമാത്രം അനീതി കാണിച്ചിരിക്കുന്ന ഒരാളോട് ജനം എങ്ങനെ കരുതണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ജനം പ്രതിഷേധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മരിച്ച മനുഷ്യരല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ആരിനെ പോലെ 6ാമത്തെ റൗണ്ട് വരെ ഇയാൾ വിറച്ചത്. അവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരൊറ്റയാൾക്ക് മൂടി വെക്കാനോ അല്ലെങ്കിൽ കേസിലോ വ്യവഹാരത്തിലൂടെയോ പരാജയപ്പെടുത്തി അതിനെ വല്ല ആധിപത്യം ചെലുത്താനോ കഴിയുമെന്ന് ധരിക്കുന്നത് ഒരു ശരിയായ നിരീക്ഷണമല്ല എന്നും അത് എങ്ങനെ വന്നാൽ പോലും തിരിച്ചടിച്ച് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് അത് വരുമെന്നും അതുകൊണ്ട് ഇയാൾ നടന്ന ഏത് അഭ്യാസത്തിനും അതിന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വരുമെന്ന് തന്നെയാണ് മിസ്റ്റർ നമ്പ്യാർ എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം.